തിരുവനന്തപുരം മെട്രോ റെയിലിനായി KMRL-ഉം മറ്റ് ഏജൻസികളും നടത്തിയ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പദ്ധതി പ്രദേശത്തിന്റെ വ്യാപ്തി കൂട്ടുകയും ആനുപാതികമായി ജനസംഖ്യ രേഖപ്പെടുത്തുകയും വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കേന്ദ്ര നയം അനുസരിച്ച് മെട്രോ റെയിലിന് അനുമതി ലഭിക്കാൻ പദ്ധതി പ്രദേശത്തെ ജനസംഖ്യ കുറഞ്ഞത് 20 ലക്ഷം വേണമെന്നിരിക്കെ 13.56 ലക്ഷം മാത്രം ജനസംഖ്യ കാണിച്ചുള്ള തിരുവനന്തപുരം മെട്രോ പദ്ധതിയോട് കേന്ദ്ര നിലപാട് എന്താകുമെന്നതിൽ ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. മുൻപ് നടത്തിയ പഠനങ്ങളിലാണ് 13.56 ലക്ഷം ജനസംഖ്യ കാണിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങളെ ക്യാച്ച്മെന്റ് ഏരിയകളായി ഉൾപ്പെടുത്തി DPR പുതുക്കിയില്ല എങ്കിൽ പദ്ധതിക്ക് അതൊരു തരത്തിൽ തിരിച്ചടി ഉണ്ടായേക്കാം. ആറ്റിങ്ങൽ, പോത്തൻകോട്, വെഞ്ഞാറമൂട്, അരുവിക്കര, കാട്ടാക്കട പ്രദേശങ്ങൾ കൂടി പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നവയായി ഉൾപ്പെടുത്തിയാൽ ഇത് സാധ്യമാകും. 2014-ൽ DMRC ലൈറ്റ് മെട്രോയ്ക്കായി നടത്തിയ പഠനത്തിൽ 2011-ലെ സെൻസസ് അനുസരിച്ച് തിരുവനന്തപുരത്തിന്റെ നഗര സ്വഭാവമുള്ള മേഖലകളിലെ ജനസംഖ്യ 16.8 ലക്ഷമാണ് രേഖപ്പെടുത്തിയിരുന്നത്. പ്രതിവർഷം 3% വളർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ജനസംഖ്യ 26 ലക്ഷത്തിന് അടുത്തായി കാണണം. കൊച്ചി മെട്രോ റെയിൽ 1-ാം ഘട്ടത്തിന് ജനസംഖ്യ കണക്ക് കൂട്ടിയത് കൊച്ചി കോർപ്പറേഷൻ, കളമശ്ശേരി, തൃപ്പൂണിത്തുറ നഗരസഭകൾ എന്നിവയ്ക്ക് പുറമെ 13 സമീപ പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, 8 പഞ്ചായത്തുകൾ എന്നിവ മാത്രമാണ് പദ്ധതി പ്രദേശമായി എടുത്തിട്ടുള്ളത്. മെട്രോ റെയിലിന് അനുമതി ലഭിക്കണമെങ്കിൽ പദ്ധതി പ്രദേശത്തെ ജനസംഖ്യ 20 ലക്ഷം വേണമെന്നാണ് നിബന്ധന. ഇതില്ലാത്തതുമൂലം കോയമ്പത്തൂർ, മധുര മെട്രോകൾക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു. തിരുവനന്തപുരം മെട്രോയ്ക്കായി മുൻപ് തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലെ ജനസംഖ്യ 20 ലക്ഷത്തിൽ താഴെയാണ് എന്നത് പദ്ധതിയെ ബാധിക്കുമെന്ന ആശങ്കയാണുള്ളത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം, ടെക്നോ സിറ്റി, നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ തുടങ്ങിയ സാധ്യതകൾ കൂടി പരിഗണിച്ചുള്ള പഠന റിപ്പോർട്ടാണ് തിരുവനന്തപുരം മെട്രോയ്ക്ക് വേണ്ടതെന്ന് വിദഗ്ധർ പറയുന്നുമുണ്ട്. കോയമ്പത്തൂർ, മധുര മെട്രോകളിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു വരികയാണെന്നും KMRL പറയുന്നുണ്ട്.